So let's get into the first law from the 48 laws of power. ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ. നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ എന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ മാസ്റ്റർ ആരാ? നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആവാം, നിങ്ങളുടെ ട്യൂട്ടർ ആവാം, ഹൂഎവർ ഇറ്റ് മേ ബി. നിങ്ങളേലും ഒരു സ്റ്റെപ്പ് മുകളിലാണോ അവർ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ? ദേ ആർ യുവർ മാസ്റ്റർ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തോന്നിയിട്ടുണ്ടാവും, എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, ഇയാൾക്ക് എൻ്റെ അത്ര കഴിവുണ്ടോ? മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇമോഷൻ ആണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈഗോ എന്ന് പറയുന്ന കാര്യങ്ങൾ ഹേർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഏത് അറ്റം വരെ പോകും. ഞാനാണെങ്കിലും പോകും, നിങ്ങളാണെങ്കിലും പോകും. അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജറാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത്, നിനക്ക് വലിയ കഴിവൊന്നുമില്ല, ഞാനാണ് മെയിൻ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവരുടെ ഈഗോ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ അത് ബാധിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രൊമോഷൻ ആവാം, ഒരു സാലറി ഇൻക്രിമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ മാർക്ക് ആവാം പഠിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു എൻറ്റയർ പീസ് ഓഫ് മൈൻഡ് ആ ഒരൊറ്റ കാര്യത്തിൽ റൂയിനാവും. പക്ഷേ വേറൊരു രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. നിങ്ങൾ വളരെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുക, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് മാറുന്നത് കാണാം.